വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. അങ്ങനെ രണ്ട് ലെജൻസ് ആണ് ലോങ് സർവീസിന് ശേഷം അവരവരുടെ ക്ലബ്ബുകൾ വിട്ടു പോകുന്നത്. ഒന്ന് കെവിൻ ഡിബ്രോയിന, മറ്റത് തോമസ് മ്യൂളർ. അപ്പോൾ എന്തായാലും ഇന്നലെയാണ് ഡിബ്രോയിനയുടെ വാർത്ത വരുന്നത്. അപ്പോൾ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ്. 2015 വൂൾസ്ബർഗിൽ നിന്ന് മാൻ സിറ്റിയിൽ ജോയിൻ ചെയ്തതാണ്. ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ നടന്ന കാര്യങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹിസ്റ്ററിയിൽ രചിക്കപ്പെട്ട കാര്യങ്ങളാണ്. 19 ട്രോഫികളാണ് അദ്ദേഹം നേടിയത്. മാത്രമല്ല ഒരു ട്രിബിളും സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ക്ലബ് ഫുട്ബോളിലുള്ള എല്ലാ ട്രോഫികളും അദ്ദേഹത്തിന് ഈ ഒരു പീരീഡിൽ സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 413 അപ്പിയറൻസുകളിൽ 106 ഗോളും 174 അസിസ്റ്റും ഓൾ കോമ്പറ്റീഷനിൽ നേടാനായിട്ട് ഡിബ്രോയിനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അമംഗ് ദി ഗ്രേറ്റസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ മോഡേൺ എറ എന്ന് കെവിൻ ഡിബ്രോയിനെ നമുക്ക് നിസ്സംശയം വിളിക്കാം. കാരണം ഇതിന് മുമ്പത്തെ എറ ഓഫ് മിഡ്ഫീൽഡേഴ്സ് നമുക്കറിയാം. ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കോൾസ് ഉണ്ടായിരുന്നു, ലംബാർഡ് ഉണ്ടായിരുന്നു, ജെറാർഡ് ഉണ്ടായിരുന്നു, ഫാബ്രിഗാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ശേഷം ബാറ്റൺ ഏറ്റെടുത്തത് ഡിബ്രോയിനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇറക്കും കൂടിയും അവസാനമാവുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡിബ്രോയിനയുടെ ഗെയിമിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ്റെ വിഷൻ, ഷൂട്ടിംഗ്, പാസിങ് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഏറ്റവും ഒരു അണ്ടർ റേറ്റഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ 2 ഫൂട്ടഡ് ആണ് എന്നുള്ള കാര്യമാണ്. 2 കാലുകൊണ്ടും പുള്ളിക്കാരന് മാജിക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പോൾ മാത്രമല്ല ലെഫ്റ്റ് ഫൂട്ട് കൊണ്ട് തന്നെ പ്രിഡോമിനൻ്റ്ലി പുള്ളിക്കാരൻ റൈറ്റ് ഫൂട്ടർ ആണ്. എന്നാലും ലെഫ്റ്റ് ഫൂട്ട് കൊണ്ടും ഇഷ്ടംപോലെ ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2021-22 സീസണിൽ വൂൾസിനെതിരെ ഒരു ഹാട്രിക് ഉൾപ്പെടെ 4 ഗോളുകളാണ് ഒരു മത്സരത്തിൽ അടിച്ചത്. അപ്പോൾ അതിനകത്ത് 3 ഗോളും ലെഫ്റ്റ് ഫൂട്ട് കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഡിബ്രോയിനയുടെ 2 കാലുകളും വളരെയധികം ഗിഫ്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് 31 വയസ്സുള്ളൂ. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുള്ളിക്കാരന് ഇഞ്ചുറികളൊക്കെ അലട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി തന്നെ MLS പോകുന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇനി എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിയിൽ എക്സ്റ്റെൻഡ് ആവില്ല എന്നുള്ള കാര്യം ഇന്നലെ പുറത്തേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നല്ലെങ്കിൽ MLS അതല്ലെങ്കിൽ സൗദിയിലായിരിക്കും മിക്കവാറും പുള്ളിക്കാരൻ പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ, മറ്റൊരു ലെജൻഡ് തോമസ് മ്യൂള 17 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ബയേൺ വിടുകയാണ് ഈ സീസണിൻ്റെ അവസാനത്തോടു കൂടി. 743 മത്സരങ്ങളിൽ 247 ഗോളും 12 ലീഗ് ടൈറ്റിലുകളും അതുപോലെ 2 ചാമ്പ്യൻസ് ലീഗുകളൊക്കെ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല 33 ട്രോഫീസ്, ബയേണിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ട്രോഫി നേടിയ പ്ലെയർ എന്ന് പറയുന്നതും തോമസ് മ്യൂളറാണ്. അതുപോലെ തന്നെ ഡിബ്രോയിനയുടെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഡിബ്രോയിന ഒരു ജോയിൻറ്റ് ടോപ്പ് അസിസ്റ്റ് ഹോൾഡറാണ്. അപ്പോൾ അദ്ദേഹവും അതുപോലെ തന്നെ തിയറി ഹെൻറിയും 20 അസിസ്റ്റുകളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് പ്രീമിയർ ലീഗിൽ. അതുപോലെ തന്നെ ബുണ്ടസ് ലീഗിലേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഉള്ള പ്ലെയർ എന്ന് പറയുന്നത് തോമസ് മ്യൂളറാണ്. മ്യൂളറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരന് പഴയ എറയിലും പുതിയ എറയിലും ഒരുപോലെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ 2010 വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് വിന്നർ എന്ന് പറയുന്നത് മ്യൂളറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി വർഷമായിട്ട് പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ ടോപ്പ് ലെവൽ ഫുട്ബോളിലുള്ള ഒരാളാണ്. പക്ഷേ മ്യൂളറിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ മ്യൂളർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ എന്നുള്ള റോളിനെ പറ്റിയൊക്കെ പറയുന്ന പോലെ അദ്ദേഹം സ്വയമായിട്ട് കണ്ടുപിടിച്ച ഒരു റോളാണ് റോം ഡ്യൂട്ടർ. അപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ് ഡ്രിബ്ലിംഗ്. അതുപോലെ തന്നെ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും ഞാൻ അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ എനിക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, സ്പേഷ്യൽ അവയർനെസ് എന്ന് പറഞ്ഞ സംഭവം എനിക്കുണ്ട്. അപ്പോൾ ഡിഫൻഡേഴ്സ് എവിടെയാണോ അതനുസരിച്ച് ഞാൻ ആ സ്പേസിലേക്ക് വന്നേക്കും. അപ്പോൾ അങ്ങനെ സ്പേസും ടൈമിങ്ങും വെച്ച് പുള്ളി ഗെയിമിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇതാണ് അൽഫോൺസോ ഡേവിസ് ഒരു തവണ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഇപ്പോൾ യങ് കിഡ്സൊക്കെ ഫുട്ബോളിലേക്ക് നോക്കി കഴിയുമ്പോൾ നെയ്മാറിനെ പോലെ സ്കിൽസും അതുപോലെ തന്നെ ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഫ്ലാഷി ആയിട്ട് തോന്നുന്നത്. അതാണ് ശരിക്കും ഫുട്ബോൾ എന്നുള്ള കാര്യം തോന്നും. പക്ഷേ സ്കില്ലോ ഡ്രിബ്ലിംഗ് ഒന്നും വേണ്ട, മ്യൂളറിൻ്റെ ഐക്യൂം അവയർനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫുട്ബോളിൽ ജയിക്കാം എന്നുള്ള കാര്യം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും മ്യൂളറിന് ക്ലബ്ബ് വിടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ബയേണിൻ്റെ ബോർഡ് അദ്ദേഹത്തെ വിടാൻ തീരുമാനിച്ചതാണ്. ഇനി മ്യൂളർ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടിടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.